പത്തിനിപ്പാറ ചാങ്ങിയിൽ ശ്രീ ഭദ്രകാളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷം നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി നവകലശ പൂജ, കലശാഭിഷേകം, വലിയ ഗുരുതി തുടങ്ങിയ വിശേഷാൽ പൂജകളും നടന്നു. രണ്ട് ദർശനമുള്ള ജില്ലയിലെ ഏക ക്ഷേത്രമാണ് പത്തിനിപ്പാറ ചാങ്ങയിൽ ശ്രീ ഭദ്രകാളി ശ്രീ മഹാദേവ ക്ഷേത്രം. വടക്കും കിഴക്കുമായി രണ്ട് ദർശനങ്ങളിൽ ദേവിയെ തൊഴുവാൻ സാധിക്കും. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം പത്താമുദയത്തിനാണ് നടക്കുക. ശിവരാത്രി മഹോത്സവവും കുംഭഭരണി ആഘോഷവുമാണ് മറ്റ് പ്രധാന ആഘോഷങ്ങൾ. ഇത്തവണത്തെ കുംഭഭരണി ആഘോഷം ഇന്നലെയാണ് നടന്നത്. രാവിലെ മഹാഗണപതി ഹോമം, നവകലശ പൂജ, കലശ അഭിഷേകം, ഉച്ചപൂജ, ഭഗവത് പ്രസാദമൂട്ട്, സർവൈശ്വര്യ പൂജ, വിശേഷാൽ ദീപാരാധന, പ്രസാദമൂട്ട്, വലിയ ഗുരുതി എന്നിവ കുംഭഭരണി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. തിരുവനന്തപുരം ചാങ്ങയിൽ ഭദ്രകാളിൽ നിന്ന് അവിടെ നിന്നുള്ള ഉപാസനാമൂർത്തിയുടെ ഫലമായിട്ടാണ് ക്ഷേത്രം ഇവിടെ കുടികൊള്ളുന്നത്. 30 വർഷക്കാലമായി ഇവിടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിന് 2 ദർശനമാണ് വാതിലാണുള്ളത്. വടക്ക് ദർശനമായി നിന്ന് അമ്മയെ തൊഴുവാനും അതോടൊപ്പം തന്നെ കിഴക്ക് ദർശനമായി 2 വാതിലാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ വരുന്നത്. അതുപോലെ തന്നെ സുപ്രധാനമായ ആ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് മഹാദേവനും നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഉപദേവന്മാരായിട്ട് ഗണപതി, അതുപോലെ തന്നെ അയ്യപ്പൻ, ഗുളികമൂർത്തി, മന്ത്രമൂർത്തി തുടങ്ങിയ ഉപാസനാമൂർത്തികളെല്ലാം തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ, പിതൃത്തറ അങ്ങനെ തുടങ്ങിയ വിശേഷമായിരിക്കുന്ന ഉപാസനാമൂർത്തികളെല്ലാം തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രസന്നിധിയുടെ ചൈതന്യം എന്ന് പറയുന്നത് തന്നെ അപൂർവമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. എല്ലാ രോഗദുരിത നിവാരണത്തിനും കുടുംബക്ഷേമത്തിനും അതുപോലെ തന്നെ ശത്രുദോഷത്തിനും പിതൃദോഷ സംബന്ധമായ എല്ലാ ദോഷത്തിനും പരിഹാരമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ പൂജകൾ നടത്താവുന്നതാണ്. ചടങ്ങുകൾക്ക് ക്ഷേത്രം കീഴ്ശാന്തി ജയചന്ദ്രൻ പേരൂർ, ഭാരവാഹികളായ KC സുരേഷ്, ഉണ്ണികൃഷ്ണൻ ചെരുവിള പുത്തൻവീട്, സുധീഷ് സുരേഷ്, ജയപ്രകാശ്, സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.